നമസ്കാരം, ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാഷ്ട്രത്തിന്റെ ക്ലാസ് ആണ്. 6ാമത്തെ പാഠമാണ് മധുർ ഭാഷൻ. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. മധുർ ഭാഷൻ ഡോക്ടർ ഗുലാബ് റായ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോ ലൈനായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. ഭാഷ മനുഷ്യ का विशेष अधिकार है. ഭാഷ മനുഷ്യരുടെ പ്രത്യേക അധികാരമാണ്. ഭാഷ के कारण ही मनुष्य इतनी उन्नति कर सका है. ഭാഷ കാരണമാണ് മനുഷ്യന് ഇത്രത്തോളം ഉയർച്ചയിലെത്താൻ കഴിഞ്ഞത്. जानवर हजारों वर्ष से जहां के तहां बने हुए हैं. മൃഗങ്ങൾ അനേക വർഷങ്ങൾ കൊണ്ട് പഴയ കാലത്തെ അതേ രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കിന്തു മനുഷ്യ ഉത്തരോത്തർ ഉന്നതി കർത്ത ചല ആയാ ഹെ. എന്നാൽ മനുഷ്യൻ ദിനം പ്രതി ഉയർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യ ജാൻവരോങ്കി അപേക്ഷ മനുഷ്യ ഭൗതിക ബൽമേം ന്യൂൻ ഹോത്താ हुआ भी अपनी बुद्धि और भाषा के सहारे सबसे अधिक सबल हो गया है. മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർക്ക് ശാരീരിക ബലത്തിൽ കുറവുണ്ടെങ്കിലും ബുദ്ധിയും ഭാഷയും ഉപയോഗിച്ച് അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഉസ്നെ 5 മഹാഭൂതോങ്കോ അപ്പനെ വശമേ കർ ലിയാ ഹെ. അവൻ പഞ്ചഭൂതങ്ങളെ വശത്താക്കിയിട്ടുണ്ട്. യഹ് സബ് ഭാഷ ദ്വാര സഹകാരിത കെ ബൽ പർ ഹി ഹോ സകാ ഹെ. ഭാഷയുടെ ബലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഭാഷ ദ്വാര ഹമാരെ ജ്ഞാൻ ഔർ അനുഭവിക്ക് രക്ഷ ഹോത്തി ഹെ. ഭാഷ മുഖേന അറിവും പരിചയവും ഉണ്ടാകുന്നു. ഭാഷ ദ്വാര മനുഷ്യക്ക് സാമാജികത കായം ഹെ. കിന്തു ഭാഷ കാ ദുരുപयोग ही उसे छिन्न भिन्न भी कर देता है. ഭാഷ മുഖേന മനുഷ്യന്റെ സാമൂഹികത വർദ്ധിക്കുന്നു. എന്നാൽ ഭാഷയെ ദുരുപയോഗം ചെയ്താൽ ഛിന്ന ഭിന്നമാകുന്നു. ഏക് മധുർ ശബ്ദ ദോ रूठों को मिला देता है और एक ही कड़ू शब्द दो मित्रों के मन में वैमनस्य उत्पन्न कर देता है. മധുരമായ ഒരു വാക്ക് 2 ശത്രുക്കളെ ഒരുമിപ്പിക്കുന്നു. എന്നാൽ മോശമായ വാക്ക് 2 മിത്രങ്ങളെ അകറ്റുന്നു. अब प्रश्न यह होता है कि मधुर या मिष्ट भाषण किसे कहते हैं. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. മധുരമായ വാക്കും മോശമായ വാക്കും ഏതിനെയൊക്കെയാണ് പറയുന്നത്? സാധാരണതയാ जो वस्तु मनोनुकूल होती है जिससे चित्त द्रवित होता है वही मधुर कहलाती है. माधुर्य भाषा काफी गुण है. മനസ്സിന് ഇണങ്ങുന്നതാണെങ്കിൽ അലിവ് തോന്നുന്നു, അതിന് നല്ല വാക്കെന്ന് പറയുന്നു. നല്ല വാക്ക് ഭാഷയുടെ ഗുണമാണ്. വചനോं का माधुर्य हृदय द्वार के खोलने की कुंजी है. വാക്കുകളുടെ മാധുര്യം ഹൃദയമാകുന്ന വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ്. वचनों का आकर्षण न्यूटन के गुरुत्वाकर्षण और चुंबक के आकर्षण से भी बढ़कर है. വാക്കുകളുടെ മാധുര്യം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണത്തെക്കാളും ചമ്പകന്റെ ആകർഷണത്തെക്കാളും ശ്രേഷ്ഠമാണ്. തബി തോ തുളസിദാസ് ने कहा है. അങ്ങനെയാണെങ്കിൽ തുളസിദാസ് ജി പറയുന്നത് കോയൽ കാഗോ ദേത് ഹേ कागा कासो ले तुलसी मीठे वजन तेजग अपनी करी लेते. തുളസിദാസ് ജി പറയുന്നത് കാക്കയും കുയിലും കാണാൻ ഒരേപോലെയാണ്. എന്നാൽ കുയിലിന്റെ ശബ്ദം മധുരമാണ്, എന്നാൽ കാക്കയുടെ ശബ്ദം വളരെ കർക്കശമാണ്. एक ही बात को हम कर्णकड़ू शब्दों में कहते हैं और उसी को हम मधुर बना सकते हैं. ഒരു കാര്യം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ചെവിക്ക്, അതായത് മറ്റുള്ളവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലും നമുക്ക് പറയാം. അത് മറ്റുള്ളവർക്ക് വളരെ മധുരമാകുന്ന രീതിയിലും നമുക്ക് പറയാൻ കഴിയും. बाणफट जब मरने वाला था तब यह प्रश्न उड़ा कि उसकी अधूरी कादंबरी को कौन पूरा करेगा. ബാണഭട്ടന്റെ അവസാന സമയത്ത് അദ്ദേഹം ചോദിച്ചു,
എന്റെ കാലശേഷം ഞാൻ എഴുതി പൂർത്തിയാക്കാത്ത കാദംബരി ആര് പൂർത്തിയാക്കും? उसने अपने दोनों लड़कों को बुलाया और उनसे पूछा कि सामने जो सूखा वृक्ष पड़ा है उसको तुम किस प्रकार अपनी भाषा में व्यक्त करोगे? അദ്ദേഹം തന്റെ രണ്ട് പുത്രന്മാരെയും വിളിച്ചു ചോദിച്ചു, അടുത്ത് പട്ടുപോകാറായ വൃക്ഷം നിൽപ്പുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ വ്യക്തമാക്കാമോ? ബഡേ ലഡ്കേനെ കഹ ശുഷ്കം കാഷ്ടം തിഷ്ടത്യഗ്രേ. മൂത്ത പുത്രൻ പറഞ്ഞു, ഉണങ്ങിയ വൃക്ഷത്തെ കഷ്ണങ്ങളാക്കും. ദൂസരേനെ കഹ നീരസ് തരുവർ വിലസിത പുരത. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഉണങ്ങാറായ വൃക്ഷം. बात एक ही थी, कहने में फर्क था। बाणभट्ट ने अपने छोटे लड़के को ही पुस्तक पूरी करने का फारसा उम्बा. കാര്യം പറഞ്ഞത് വ്യത്യസ്തമാണെങ്കിലും രണ്ടിന്റെയും അർത്ഥം ഒന്നായിരുന്നു. ഇളയ പുത്രന്റെ പുസ്തകം പൂർത്തിയാക്കാൻ ചുമതല അദ്ദേഹം ഏൽപ്പിച്ചു. യഹ് തോ രഹി സാഹിത്യ കെ ശബ്ദ സംയോജൻ കി ബാത്. ഇത് കാണിക്കുന്നത് സാഹിത്യത്തിനുള്ള വാക്കുകളുടെ കൂട്ടിച്ചേർക്കലിന്റെ കാര്യമാണ്. സാധാരണ ബോൾചാൽ മേ ഭി ബഡാ അന്തർ ഹോ ജാത്താ ഹെ. സാധാരണ സംസാരത്തിൽ നിന്നും വലിയ വ്യത്യാസമാണ് സാഹിത്യ സൃഷ്ടിക്കുള്ളത്. ഭാവ് കോ പ്രഭാവശാലി ഭാഷ മേ വ്യക്ത് കർ ദേനാ ഹി സാഹിത്യ ഹെ. ഭാവത്തെ പ്രഭാവശാലിയായ ഭാഷയിൽ പ്രകടമാക്കുന്നതാണ് സാഹിത്യം. ജോ മനുഷ്യ കിസി ഗലത് ഫഹ്മി को दूर कर जुड़े हुए मित्र को मना लेता है वह सच्चा സാഹിത്യക് ഹെ. ഏതു മനുഷ്യനാണോ തെറ്റായ പ്രയോഗങ്ങളെ ഇല്ലാതാക്കിയിട്ട് നേർവഴിക്ക് കൊണ്ടുവരുന്നത്, അതാണ് യഥാർത്ഥ സാഹിത്യം. വാർത്താലാപ് की शिष्टता मनुष्य को आदर का भाजन बनाता है और समाज में उसकी सफलता के लिए രാസ്ത സാഫ് കർ ദേത്തി ഹെ. സംഭാഷണത്തിന്റെ നന്മ മനുഷ്യന് നല്ല വഴിയെ കൊണ്ടുവരികയും സമൂഹത്തിൽ അവനെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. മനുഷ്യ കാ സമാജ് പർ ജോ പ്രഭാവ് പഡ്താ ഹെ വഹ് ബഹുത് അംശ മേ പോഷാക് ഔർ ചാൽ ഡാൽ പർ നിർഭർ രഹ്താ ഹെ. മനുഷ്യന് സമൂഹത്തിലെ പ്രഭാവം ഉണ്ടാക്കുന്നത് വസ്ത്രധാരണ രീതിയിലും സംസാരത്തിലും അടങ്ങിയിരിക്കുന്ന നന്മ കണ്ടിട്ടാണ്. കിന്തു വിഷിഫരെ കനക് ഖണ്ഡോങ്കി സൻസാർ മേ കമി നഹി ഹെ. എന്നാൽ കർക്കശമായി സംസാരിക്കുന്നവരും സമൂഹത്തിൽ കുറവല്ല. യഹ് പ്രഭാവ് ഊപരി ഹോത്താ ഹെ ഔർ പോഷാക് കാ മാൻ ജബ് തക് ഭാഷൺ സെ പുഷ്ട് നഹി ഹോത്താ ഹെ തബ് തക് സ്ഥായി നഹി ഹോത്താ. വസ്ത്രധാരണത്തിൽ മുൻപിലാണെങ്കിലും അവരുടെ വാക്കുകൾ സ്ഥിരമല്ല. മധുർ ഭാഷ के लिए करनी और कथनी का साम्य आवश्यक है किंतु कर्म के लिए वचन पहली सीढ़ी है. മധുരമായി സംസാരിക്കുന്നവർക്ക് പറയുന്നതിലും ചെയ്യുന്നതിലും സാമ്യത ഉണ്ടാവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്നതാണ്. നല്ല കർമ്മത്തിന്റെ ചവിട്ടുപടി വാക്ക് പാലിക്കുക എന്നതാണ്. മധുർ വചൻ ഹി വിശ്വാസ് ഉത്പച്ച് കർ ഫയ ഔർ ആതങ്ക് കാ പരിമാർജൻ കർ ദേത്തെ ഹൈ. മധുരമായിട്ടുള്ള വാക്കുകൾ മറ്റുള്ളവരിൽ ആകർഷണം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭയവും ആതങ്കവും ഒക്കെ മാറാനായിട്ട് നമ്മൾ മധുരമായിട്ട് സംസാരിക്കണം. കടുഭാഷി ലോകം സെ ലോഗ് ഹൃദയ ഖോൽക്കർ ബാത് കർനെ മേ ഡർത്തെ ഹൈ. വളരെ കർക്കശമായി സംസാരിക്കുന്നവരോട് ആളുകള് ഹൃദയം തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നു. സാമാജിക വ്യവഹാർ കെ ലിയെ വിചാരോं का आदान प्रदान आवश्यक है और भाषा की शिष्टता और स्पष्टता के बिना प्राप्त नहीं होता. മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവന് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ വളരെ മര്യാദയോടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. ഭാഷാ की सार्थकता इसी में है कि वह दूसरों पर यथेष्ट प्रभाव डाल सके. അതായത് മധുരമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടുന്നു. जब बुरे वचन आदमी को रुष्ट कर सकते हैं तो मधुर वचन दूसरों को प्रसन्न भी कर सकते हैं.
മോശമായിട്ടുള്ള വാക്കുകളുടെ മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്നു. എന്നാൽ നന്മയുള്ള വാക്കുകൾ, മധുരമായിട്ടുള്ള സംസാരം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. ശബ്ദോं का जादू बड़ा जबरदस्त होता है. വാക്കുകളുടെ ഒരു മാജിക് വളരെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. मधुर वचनों के साथ यह भी आवश्यक है कि उनके पीछे डक्साली फावफी हो, नहीं तो मुहम्मे के सिक्कों की फांदी वे बेकार रहेंगे. മധുരമായ വാക്കിനോടൊപ്പം ഇതുകൂടി ആവശ്യമാണ്. അതിന്റെ പിന്നിൽ നല്ല ഭാവം വേണം, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാകും. ഹൃദയ की मलिनता और मधुर वचनों का योग नहीं हो सकता है. ഹൃദയത്തിന്റെ മലിനതയും അതുപോലെ മധുരമായിട്ടുള്ള വാക്കും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. വചൻ के अनुकूल जब कर्म होते हैं तभी मनुष्य बंदी बनता है. കർമ്മം കൊണ്ട്, നല്ല വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുമ്പോൾ മനുഷ്യൻ അവിടെ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ के चरित्र के असली परिचायक उसके कर्म भी हो सकते हैं. മനുഷ്യന്റെ സ്വഭാവത്തിലെ യഥാർത്ഥ പരിചാരകൻ അവന്റെ പ്രവൃത്തിയാണ്. किंतु बिना मधुर वचन के लोग दूसरे के सद्य व्यवहार काफी लाभ नहीं उड़ाना चाहते हैं. എന്നാൽ നല്ല സംസാരം ഇല്ലാത്തവർ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. മാനോഹി മഹതാം ധനം മാൻ ഹി ബഡേ ആത്മിയോ കാ ധൻ ഹോത്താ ഹെ. ആദരണീയരുടെ യഥാർത്ഥ ധനം അഭിമാനമാണ്. जो लोग बिना मान के दान देते हैं उनका दान स्वीकार नहीं होता है. അഭിമാനം ഇല്ലാത്തവരുടെ ദാനം ആരും സ്വീകരിക്കുന്നില്ല. मान का पान भी बहुत होता है और रहीम के शब्दों में अम्मी पियावे मान बिनु सो नर मोही न सुहाय मिष्ट फाशन समाज सेवक का एक आवश्यक गुण होता है. നല്ല സംസാരം സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഗുണമാകുന്നു. ഈ ഗുണം ജന്മന കിട്ടുന്നതാണ്. എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് നല്ല കാര്യങ്ങളും സംസ്കാരവും കിട്ടുന്നു. മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവ കൊണ്ട് മനുഷ്യന് ഉന്നത പദവി ലഭിക്കുന്നു. ए गुण जन्म से तो प्राप्त होते हैं, किंतु शिक्षा द्वारा भी ऐसा शुभ अभ्यास और संस्कार बनाए जा सकते हैं. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ജന്മന കിട്ടുന്നതാണ്. അതുകൂടാതെ വിദ്യാഭ്യാസം വഴിയും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരം, ഇവയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നു. मन, वाणी और कर्म का सामंजस्य ही मनुष्य को श्रेष्ठता के पद पर पहुंच जाता है. മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവയുടെ ഒരു കൂട്ടായ്മയാണ് മനുഷ്യനെ ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തിക്കുന്നത്. फिर भी वचनों का विशेष महत्व है. എന്നാലും വാക്കുകൾക്ക് പ്രത്യേക മഹത്വമുണ്ട്. क्योंकि एक कड़ू वचन सारे किए धरे पर പാനി ഫേർ സക്താ ഹെ. അതായത് നമ്മൾ മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ സമ്പാദിച്ച നല്ല പേരിനൊക്കെ അത് കളങ്കം വരുത്തുന്നു. യദ്യപി യഹ് ഠീക് ഹെ കി ദുധാരു ഗായ് കി ദോ ലാത്തേ ഫി സഹൻ കി ജാത്തി ഹൈ. എന്നാൽ പാൽ തരുന്ന പശു കാലുകൾ കൊണ്ട് തൊഴിച്ചാലും സഹിക്കേണ്ടി വരുന്നു. ഫിർ दूसरे के स्वाभिमान का हनन कर उसके साथ उपकार करना कोई महत्व नहीं रखता. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നത് നല്ലതല്ല. वाणी की मधुरता के साथ വിനയപൂർണ്ണ വ്യവഹാർ की भी आवश्यकता है. മധുരമായി സംസാരിക്കുന്നതോടൊപ്പം വിനയപൂർണമായിട്ടുള്ള പ്രവൃത്തിയും നമുക്ക് വേണ്ടതാണ്. വിനയപൂർണ്ണ വ്യവഹാർ ഫി ശിഷ്ടാചാർ ഹെ. വിനയപൂർണമായിട്ടുള്ള പെരുമാറ്റം നമ്മുടെ ശിഷ്ടാചാരമാണ്. शिष्टाचार का अर्थ लोग दिखावा या तगल्लुफ करते हैं, लेकिन वास्तव में उसका अर्थ है സജ്ജനോചിത് വ്യവഹാർ. വാക്കിന്റെ മാധുര്യത്തോടൊപ്പം വിനയവും ആവശ്യമാണ്. വിനയപൂർണമായ പെരുമാറ്റമാണ് നല്ല ആചാരം എന്ന് പറയുന്നത്.
നല്ല പെരുമാറ്റം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യുക. മധുർ ഭാഷൺ കെ സാത്ത് ഇസ്കാഫി മൂല്യ ഹെ. മധുരമായ സംസാരത്തോടൊപ്പം ഇതിനും വിലപിടിപ്പുള്ളതാണ്. इनके द्वारा मनुष्य की शिक्षा दीक्षा और कुल की परंपरा और मर्यादा का परिचय मिलता है. നല്ല പെരുമാറ്റം കാണിക്കുന്ന ഒരു വ്യക്തി അവന്റെ പെരുമാറ്റത്തിലൂടെ അവന്റെ കുലമഹിമയാണ് പുറത്തു കാണിക്കുന്നത്. ശിഷ്ടാചാർ വാണി കാഫി ഹോത്താ ഹെ और വ്യവഹാർ കാഫി. നല്ല പെരുമാറ്റം വാക്കുകളിൽ നിന്നും കിട്ടുന്നു, അതുപോലെ തന്നെ അവന്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. वाणी के शिष्टाचार में अपने से बड़े से आप कहना. വാക്കുകളുടെ നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മളെക്കാളും മുതിർന്നവരെ താങ്കൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാന്യത. आप क्या कहते हैं कि स्थान में आपकी क्या आज्ञा होती है आदि वाक अधिक वांछनीय समझे जाते हैं. താങ്കൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ആപ്കി ക്യാ ആജ്ഞ ഹോത്തി ഹെ, അതായത് താങ്കൾ എന്താണ് ആജ്ഞാപിക്കുന്നത് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അവരോട് വിനയമുള്ളതായിട്ട് അവർക്ക് തോന്നും. किसी काम को कराने के लिए कृपया शब्द का प्रयोग शिष्टता का परिचायक होता है. ഏതെങ്കിലും ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ദയവായി എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് ഒരു മാന്യമായ പെരുമാറ്റമായി മറ്റുള്ളവരെ കണക്കാക്കുന്നു. കാം ഹോ ജാനെ കെ പശ്ചാത് ധന്യവാദ് കഹ്നാഫി സെരൂരി ഹെ. ഒരു ജോലി കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ, ഒരു ജോലി പൂർത്തിയായി കഴിയുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നതും നല്ല പെരുമാറ്റമായിട്ട് കണക്കാക്കുന്നു. जो अपने से नीचे है उनमें कोई ऐसी बात न कही जाए जिससे यह प्रकट हो कि हम उनको नीचा समझते हैं. നമ്മളെക്കാളും താഴ്ന്ന ഒരാളോട് നമ്മൾ പെരുമാറുമ്പോൾ അയാൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല നമ്മൾ അയാളെ താഴ്ന്നതായിട്ട് കണക്കാക്കുന്നു എന്ന് ഒരിക്കലും അയാള് നമ്മളെ പെരുമാറ്റം കണ്ട് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. अपने से कम स्थिति के लोगों के स्वाभिमान की रक्षा करना सज्जन का पहला कर्तव्य है. നമ്മളെക്കാളും സാമ്പത്തികമായി കുറഞ്ഞ സ്ഥിതിയിലുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നമ്മൾ നല്ലവരായിട്ടുള്ള ആളുകൾ അവരോട് കുറച്ചും കൂടെ റെസ്പെക്റ്റോട് കൂടി പെരുമാറാൻ ശ്രമിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. जो काम करता है उसको प्रसन्नता से करना चाहिए और उनके संबंध में कोई ऐसे शब्द भी न कहने चाहिए जिनसे प्रकट हो कि यह काम ना खुशी से किया जा रहा है या उस काम के करने से दूसरे के साथ एहसान किया जा रहा है या तो कोई चीज न दे और दे तो पूर्ण उदारता से और प्रसन्नता के साथ. നമുക്ക് ഏതെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആ പ്രവൃത്തി ചെയ്യണം. ആ ജോലിയെപ്പറ്റി നമ്മൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പറയാൻ പാടില്ല. അതുപോലെ തന്നെ അത് നമുക്ക് സന്തോഷമില്ലായ്മയോട് കൂടി ആ ജോലി ചെയ്യുന്നതും അത്ര നന്നായിട്ട് പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് അവരോട് ദയ കാട്ടുന്നതായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. നിറഞ്ഞ സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ പാടുള്ളൂ. കം സേ കം ജഹാ ക്രിയ മേ ഉദാരത ഹോ വഹം ബജ്നെ ദരിദ്രത ന ആനെ ദേനെ ചാഹിയെ. ഏതെങ്കിലും സാധനം കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി കൊടുക്കണം. കുറഞ്ഞ പക്ഷം ഈ പ്രവൃത്തിയിൽ ഒരു ഔദാര്യം ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാൻ പാടില്ല. അത് നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല. यदि इनकार ही करना पड़े तो उसमें अधिकार और अभिमान की गंध न आनी चाहिए. ഒരു പക്ഷേ നിഷേധിക്കേണ്ടി വന്നാലും അതിൽ അധികാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ ഗന്ധം ഉണ്ടാവാൻ പാടില്ല. इनकार मजबूरी के ही कारण होना चाहिए चाहे वह സൈദ്ധാന്തിക മജ്ബൂരി ഹോയ ആർത്ഥിക. നിഷേധിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മൾ നിഷേധിക്കേണ്ടത്. ഇൻകാർ ശിഷ്ടത കെ സാത്ത് ഹി ഹോ സക്താ ഹെ അവർ അശിഷ്ടത കെ സാത്ത് ഭി.
അങ്ങനെ നിഷേധിക്കുന്നത് നല്ല പെരുമാറ്റത്തോടെയും നമുക്ക് ചെയ്യാൻ കഴിയും, മോശമായ പെരുമാറ്റത്തോടെയും ചെയ്യാൻ കഴിയും. प्रायः लोग अशिष्टता से यह कह देते हैं जाओ आमुख वस्तु है यहाँ वहाँ से आई तुम्हारा कोई देने आता है घर वालों को तो जुटता ही नहीं तुम्हारे लिए कहाँ से लाए. इनकार करने में जो बातें कही जाए उनमें परायापन का भाव न आने देना चाहिए. ആളുകൾ അപമര്യാദയോടെ പറയുന്നു, ഇതുപോലെയുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടുന്ന് കൊണ്ടുവരാനാണ്? നിഷേധിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ അന്യരോട് സംസാരിക്കുന്ന ഭാവം വരാൻ പാടില്ല. നിഷേധിക്കുന്ന സമയത്ത് ഖേദം പ്രകടിപ്പിക്കുന്നത് മര്യാദയാണ്. ഇൻകാർ കർത്തെ സമയ ഖേദ് പ്രകട് കർണ ശിഷ്ടാചാർ കി മാംഗ് ഹെ. നിഷേധിക്കുന്ന സമയത്ത് ഖേദം പ്രകടിപ്പിക്കുന്നത് മര്യാദയായിട്ടാണ് കണക്കാക്കുന്നത്. कहना चाहिए कि मुझे बड़ा खेद है कि आपके लिए इनकार करना पड़ता है. आपने यहाँ आने या मांगने का कष्ट किया और मैं इस विषय में आपकी सेवा न कर सका. ഇങ്ങനെ പറയണം, എനിക്ക് വളരെ ഖേദമുണ്ട് താങ്കളെ നിഷേധിക്കുന്നതിൽ. താങ്കൾ ഇവിടെ വരാനും അല്ലെങ്കിൽ ചോദിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് ആ വിഷയത്തിൽ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഞാൻ അതിൽ അങ്ങയോട് ഖേദം പ്രകടിപ്പിക്കുന്നു. वार्तालाप में हमको व्यापारिक या जाब्ते की बातचीत और निजी बातचीत में थोड़ा अंतर करना होगा. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സംസാരിക്കുന്നതിലും ഒരു അന്തരം, ഒരു വ്യത്യാസം വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. വ്യാപാരിക ബാത്ചീത് ഫി अशिष्ट न होने चाहिए किंतु वह നബി തുലി ഹോ സക്തി ഹെ. വ്യാപാര കാര്യങ്ങൾ സംസാരിക്കുന്നതിലും നമ്മൾ നല്ല പെരുമാറ്റത്തോടുകൂടി നല്ല മര്യാദയോടുകൂടി സംസാരിക്കണം. നമ്മൾ അളന്ന് തൂക്കി സംസാരിക്കാൻ പാടില്ല. निजी संबंध की बातचीत में आत्मीयता का अभाव न रहना चाहिए और थोड़ा सा कष्ट उड़ाकर बात को पूरी तौर से समझ देना अपना कर्तव्य हो जाता है. സ്വന്തം കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ആത്മീയതയുടെ അഭാവം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കണം. അതാണ് ഓരോരുത്തരുടെയും കർത്തവ്യം. कुछ लोग सबके साथ निजी संबंध का सही वार्तालाप करते हैं. यह भी बुरा नहीं है किंतु बात उतनी ही कहनी है जितनी निभाई जा सके. ചില ആളുകൾ എല്ലാവരോടും വളരെ ഓപ്പണായിട്ട് സ്വന്തം ആളുകളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാറുണ്ട്. ഇത് അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് വാഗ്ദാനം നൽകാൻ കഴിയാവൂ. അതാണ് ഏറ്റവും നല്ല പ്രവൃത്തി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവർക്ക് പ്രോമിസ് നൽകാവൂ. രാഷ്ട്രത്തിൻ്റെ 6ാമത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ നോട്ട്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.